Hi students, good morning. Today I am discussing about the chapter Ray Optics and Optical Instruments. In this chapter, this is known as lens maker's formula. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇത്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളാണ്. എക്സാമിന് പബ്ലിക് എക്സാമിന് വരും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് പഠിച്ചിരിക്കണം. എങ്ങനെ വരാം? ഡെറിവേറ്റീവ് എക്സ്പ്രഷൻ ഫോർ 1/f = n-1 × 1/r1 + 1/r2 അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ 1/f = n-1 × 1/r1 - 1/r2 എന്ന് ചോദിച്ചാൽ രണ്ടും ഒന്ന് തന്നെയാണ്. നെക്സ്റ്റ് പിന്നെ ചോദിക്കുക ഡെറിവേറ്റീവ് എക്സ്പ്രഷൻ ഫോർ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് കടക്കാം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോക്കൽ ലെങ്ത് ആണ്. എൻ ഈസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. R1 ഈസ് ദി റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് കർവ്ഡ് സർഫസ്. R2 ഈസ് ദി സെക്കൻഡ് കർവ്ഡ് സർഫസ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഡിഫൈൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയണം? ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഈസ് എ റിലേഷൻ കണക്റ്റിംഗ് ഫോക്കൽ ലെങ്ത്, refractive index and radius of two curved surfaces. This is known as lens maker's formula. എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ടും കർവ്ഡ് സർഫസിൻ്റെ 2 റേഡിയസുമായിട്ടും ബന്ധമുണ്ട്. ആ ബന്ധം വ്യക്തമാക്കുന്ന ഫോർമുലയാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഓക്കെ, നെക്സ്റ്റ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല പറയുമ്പോൾ ലെൻസ് വരക്കണം. ഇതേ ലെൻസാണ് വരക്കേണ്ടത്. ലെൻസ് വരക്കുമ്പോൾ ഇതാണ്. അപ്പോൾ ഈ ഭാഗം ഇത് കർവ്ഡ് സർഫസാണ്. അതേപോലെ ഈ ഭാഗം ഇത് കർവ്ഡ് സർഫസാണ്. ഓക്കെ, ഈ ലെൻസിൻ്റെ പേര് കൊടുക്കുന്നത് XY എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതേപോലെ XY എന്ന് കൊടുക്കും. യെസ്, ഓക്കെ. അപ്പോൾ ഇതിന് സെൻറ്ററാണ് C, സെൻട്രൽ കർവേച്ചർ. ഇനി ഇവിടെ എന്ത് ചെയ്ത് ഒരു ഒബ്ജക്റ്റ് വെച്ച് ബൾബ് വെച്ച് ഈ ബൾബ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബൾബ് ഓന്ന് കൊടുക്കുക. ഒബ്ജക്റ്റ് ലൈറ്റ് നേരെ ലെൻസിൻ്റെ സെൻറ്ററിൽ കൂടി കടന്നു പോകും. ഇതേപോലെ കടന്നു പോകും. ഇതിന് പറയുന്നവരാണ് ഒപ്റ്റിക് സെൻറ്റർ അല്ലേ? സെൻറ്റർ ഓഫ് ദി ലെൻസ് ഈസ് കോൾഡ് ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയാം. ഇതേപോലെ ഇനി അടുത്ത ലൈറ്റ് വേവ്സ് നേരെ ഇവിടെ വന്നടിക്കും, ഇവിടെ വന്നടിക്കും. ഇവിടെ അടിച്ചിട്ട് റിഫ്രാക്റ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് പോകും. പിന്നെ ലൈറ്റ് നേരെ അവിടെ വന്നടിക്കും, ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ 2 റേ കൂട്ടിമുട്ടും. ഒരു റേ ഇത്, മറ്റൊരു റേ ഇത്. ഈ 2 റേ കൂട്ടിമുട്ടാലും ഒന്ന് റിയൽ ഇമേജ് I1 എന്ന് പറയും. ഇനി ഈ റിയൽ ഇമേജ് പോയിട്ട് ഇവിടെ അടിക്കും. ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് അത് നേരെ ഇങ്ങോട്ട് എടുക്കും. അത് എന്താണ്? I is the virtual image. Real image acts as virtual image. ഓക്കെ, നെക്സ്റ്റ് ഇനി ഈ ഒപ്റ്റിക് സെൻറ്ററിൻ്റെ അഥവാ ലെൻസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസാണ് ഒബ്ജക്റ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ U എന്ന് പറയും. നെക്സ്റ്റ് ഈ സെൻറ്ററിൽ നിന്ന് റിയൽ ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ് V1. നെക്സ്റ്റ് ഒപ്റ്റിക് സെൻറ്ററിൻ്റെ ലെൻസിൻ്റെ വെർച്വൽ ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ് V എന്ന് പറയും. ലൈറ്റ് ഇവിടുന്ന് വിട്ട് കഴിയുമ്പോൾ ഇന്ന പോയിൻറ്റ് A എന്ന് പറയും. ഇതെന്ത് പറയും? B എന്ന് പറയും. ഇവിടുന്ന് ലൈറ്റ് അടിക്കുന്നതിന് മുൻപേ ഉണ്ടാകുന്ന മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി റെയർ മീഡിയം എന്ന് പറയും N1. ലൈറ്റ് അടിച്ചിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന മീഡിയം ഡെൻസർ മീഡിയം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഡെൻസർ മീഡിയം എന്ന് പറയും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് വരക്കേണ്ടത്. അതിൻ്റെ ആദ്യം കോൺവെക്സ് ലെൻസ് വരയ്ക്കുക. ഈ കോൺവെക്സ് ലെൻസ് 2 കർവ്ഡ് സർഫസസ് ഉണ്ട്. ഒരു കർവ്ഡ് സർഫസ് എന്താണ്? XP1Y ആണ് അല്ലേ? XP1Y ആണ്. മറ്റൊരു കർവ്ഡ് സർഫസ് എന്താ? XP2Y ആണ്. ഒന്നിങ്ങനെ ഉണ്ടാവും. കർവ്ഡ് സർഫസ് എങ്ങനെയാണ്? XP1Y. അതാ ഈ ഭാഗം ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? R1 വരും. ഓക്കെ, മറ്റൊരു ഭാഗം ഇതാണ് X എന്ന് പറയും, XP2Y എന്ന് പറയും. ഇതിൻ്റെ റേഡിയസ് R2 ആണ്. മനസ്സിലാവും? അപ്പോൾ 2 കർവ്ഡ് സർഫസ് ഉണ്ട്. ഒരു കർവ്ഡ് സർഫസ് ഏതാണ്?
എക്സ് പി വൺ വൈ ആണ്, എക്സ് പി വൺ വൈ ആണ്. മറ്റൊരു കർവ്ഡ് സർഫസ് എക്സ് പി ടു വൈ ആണ്. എക്സ് പി വൺ വൈ എന്ന് പറയുന്ന കർവ്ഡ് സർഫസിൻ്റെ റേഡിയസ് R1 ആണ്. എക്സ് പി ടു വൈ എന്ന് പറയുന്ന കർവ്ഡ് സർഫസിൻ്റെ റേഡിയസ് R2 ആണ് അല്ലേ. അപ്പോൾ രണ്ട് കർവ്ഡ് സർഫസിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യും. ഒരു കർവ്ഡ് സർഫസ് ഇതാണ്, അതിന് ലൈറ്റ് പാസ് ചെയ്യും. അവർ ഈ കർവ്ഡ് സർഫസിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യും. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. യെസ്, അപ്പോൾ ഇങ്ങനെ വരയ്ക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. വരയ്ക്കാൻ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് നോക്കിയിട്ട് കാര്യങ്ങൾ പറയാം. അത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്താണെന്ന് പറയാം. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഈസ് എ റിലേഷൻ കണക്റ്റിംഗ് ഫോക്കൽ ലെങ്ത് ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ടി ടു റേഡിയസ് ഓഫ് കർവ്ഡ് സർഫസസ് എന്ന് പറയാം. ഇനി ഈ ഡയഗ്രാം നോക്കിയിട്ട് പറയാം എന്താണ് പറയുന്നത്. O is a object, OA is a incident ray, AB is a refracted ray. ഇനി N1 is the refractive index of the rare medium, N2 is the refractive index of the denser medium എന്ന് പറയാം. I1 is the real image, I is the virtual image അല്ലേ. നെക്സ്റ്റ് പറഞ്ഞ ശേഷം ഇനി എന്ത് പറയാൻ പറ്റും നോക്കുക. ആദ്യം പറയുന്നത് ഇതാണ്, കൺസിഡർ ലെൻസ് എക്സ് വൈ bounded by two curved surfaces xp1y and xp2y of radius r1 and r2. ഇങ്ങനെ ഫസ്റ്റ് പറയാം, കൺസിഡർ തിൻ ലെൻസ് ബൗണ്ടഡ് ബൈ ടു കർവ്ഡ് സർഫസസ് xp1 and xp2y of radius r1 and R2, separating two transparent and medium N1 and N2. N1 is the refractive index of the rare medium, N2 is the refractive index of the denser medium. Next, R1 is the radius of curved surface xp1y. Then R2 is the radius of second curved surface xp2y. xp1y ൻ്റെ റേഡിയസ് R1 ആണ്, xp2y ൻ്റെ റേഡിയസ് R2 ആണെന്ന് അർത്ഥം. ഓക്കെ, യെസ്. ഇനി ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മൾ പറയേണ്ട വർക്കിംഗ് പറയാം. വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ കോൺവെക്സ് ലെൻസിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ അളവിൽ ഒരു സ്റ്റാൻഡിൽ ബോക്സിൻ്റെ ഉള്ളിൽ ബൾബ് വെക്കുന്നതാണ്. അങ്ങനെ ബൾബ് വെച്ചും ലൈറ്റ് കത്തും. ആ ലൈറ്റ് നേരെ ഇവിടെ വന്ന് അടിക്കും. അടിച്ചിട്ട് റിഫ്രാക്റ്റ് ചെയ്തിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ വരും, I1-ലെത്തും. ഇനി രണ്ടാമത്തെ റേ ഇവിടെ നേരെ ഇവിടെ വന്ന് അടിക്കും. അടിച്ചിട്ട് ഇവിടെ പോയി ഇവിടെ എത്തും. അപ്പോൾ 2 റേ ഇവിടെ എത്തും. 2 റേ എത്തിയാൽ എന്താണ്, അത് റിയൽ ഇമേജാണ്. ഇനി റിയൽ ഇമേജ് പോയിട്ട് ഇവിടെ അടിക്കും, ഇവിടെ അടിക്കും. അപ്പോൾ റിയൽ ഇമേജ് ആക്ട് ആസ് വെർച്വൽ ഇമേജ്. അപ്പോൾ ഇത് ഇവിടെ അടിക്കുമ്പോൾ ആ റേ ഇവിടെ വരും, അതാണ് വെർച്വൽ ഇമേജ്. അതാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, പറയുന്നതിന് ആദ്യം കൺസ്ട്രക്ഷൻ പറയാം, പിന്നെ വർക്കിംഗ് ഓരോന്നുകൂടി പറയുന്നത് ശ്രദ്ധിക്കാം. യെസ്, ആദ്യം എന്താ പറയുക, ലെൻസ് മേക്കേഴ്സ് ഫോർമുല പറയാം. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഈസ് എ റിലേഷൻ connecting focal length, refractive index and two radius of curved surfaces. എന്നിട്ട് പറയാം, consider convex lens thin lens x by bounded by two curved surfaces xp1y and xp2y of radius r1 and r2, separating two transparent medium N1 and N2. R1 is the radius of curved surface xp1y. R2 is the radius of the curved surface xp2y. Then N1 is the refractive index of the rarer medium. N2 is the refractive index of the denser medium. Then O is an object. OA is an incident ray, AB is a refracted ray, I1 is the real image, I is the virtual image. Okay, next O is the C is the optical center. ഇത്രയും കാര്യങ്ങൾ പറയാം. ഇതാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വർക്കിംഗ് എങ്ങനെ പറയാം. ഫസ്റ്റ് റേ ഓഫ് ലൈറ്റ് സ്റ്റാർട്ടിങ് ഫ്രം O incident on the refractive surface after reflection passes straight. This ray emitted I1. Second ray of light starting from O incident on the convex refractive surface after reflection. This ray emitted I1. Then two rays actually emitted I1. Therefore, real image I1 is formed. Okay.
next this real image acts as virtual image, then virtual image I is formed. ഈ റിയൽ ഇമേജ് പോയിട്ട് ഇവിടെ അടിച്ചിട്ട് അത് വെർച്വൽ ഇമേജ് ആവും. ആ വെർച്വൽ ഇമേജാണ് ഐ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ലൈറ്റ് നമുക്ക് ഏത് ഭാഗത്തുകൂടിയാണ് പോയത്? ഈ കർവ്ഡ് സർഫസിൽ കൂടിയാണ് പോയത്. ഒരു കർവ്ഡ് സർഫസിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും. ആ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന ഇക്വേഷൻ എഴുതണം. എന്താണ് റിഫ്രാക്ഷൻ ത്രൂ എ സ്പെറിക്കൽ സർഫസ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. റിഫ്രാക്ഷൻ ത്രൂ എ സ്പെറിക്കൽ സർഫസ്. Refraction through a spherical surface. Spherical surface. Refraction through a spherical surface ഏതാണ്? XPY. XPY എന്ന് പറയുന്ന സർഫസിൽ സ്പെറിക്കൽ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ്. N2 V minus N1 by U is equal to N2 minus N1 by R. ഒരു സർഫസിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കും. ആ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ ഇക്വേഷനാണ് N2/V minus N1/U is equal to N2 minus N1/R. ഇനി അടുത്ത നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന കർബൺ സർഫസ് ഇതാണ്, XP1Y ആണ്. അത് കണ്ടുപിടിക്കണം അല്ലേ? റിഫ്രാക്ഷൻ ത്രൂ എ സ്പെറിക്കൽ സർഫസ്. Refraction through a spherical surface. Refraction through a spherical surface ഏതാണ് വരിക? സർഫസ് XP1Y. XP1Y. അപ്പോൾ ഈ ഭാഗത്തു കൂടിയാണ് റിഫ്രാക്ഷൻ സംഭവിക്കുക. ഇങ്ങനെയുള്ള ഈ ഭാഗം XP1Y ആണ്. ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഇവിടെ റിഫ്രാക്ഷൻ വ്യതിയാനം സംഭവിക്കുക. ഇന്ന് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഇവിടെ വ്യതിയാനം സംഭവിക്കും. അങ്ങനെ വ്യതിയാനം സംഭവിക്കുമ്പോൾ ഇക്വേഷൻ അവസാനം മൈനസ് ആദ്യം. ലൈറ്റ് അവസാനം എവിടെ എത്തുന്നത്? അവസാനത്തുനിന്ന് ആദ്യം കുറച്ചാൽ മതി. അപ്പോൾ അവസാനം ലൈറ്റ് നേരെ ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് I1-ലെത്തും. അതേപോലെ നേരെ ഇവിടെ വന്നിട്ട് I1-ലെത്തും. അപ്പോൾ എന്ത് വരിക? ഇവിടെ ഇവിടുത്തെ മീഡിയം എന്താ? ഡെൻസർ മീഡിയം. ഇവിടുത്തെ ഇമേജ് എത്രയാണ്? V1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണം? N2/V1 മൈനസ് ഇതുപോലെ. ഇതിനെന്താ? അവസാനം മൈനസ് ആദ്യം. അവസാനം ലൈറ്റ് എത്തുന്ന എവിടെയാണ്? മീഡിയം N2 പകരം N2 എങ്ങനെ? റിഫ്രാക്റ്റീവ് ഓഫ് റയർ മീഡിയം. നെക്സ്റ്റ് അവസാനം കിട്ടുന്ന ഇമേജ് എന്താ? അവസാനം ഇവിടെ എത്തുന്ന ഇമേജ് റിയൽ ഇമേജ് അല്ലേ? അപ്പോൾ N2/V1 മൈനസ് ആദ്യം എന്താ? N1/U. N1/U വരും. N1/U എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ മീഡിയം എന്താ? റയർ മീഡിയം. ഇവിടുത്തെ ഡിസ്റ്റൻസ് U. ആ അവസാനം മൈനസ് ആദ്യം. ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് നേരെ ഇത് പോയി. അപ്പോൾ ആദ്യം ഇത് വരിക? N1 വരും, U വരും. ജസ്റ്റ് നേരെ പോയിട്ട് ഇവിടെ എത്തി. അവസാനം ഇവിടെ വരും? N2 വരും, ഇവിടെ V1 വരും അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവസാനം മൈനസ് ആദ്യം, ലാസ്റ്റ് മൈനസ് ഇനീഷ്യൽ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ N2/V1 മൈനസ് N1/U ഇക്വേഷൻ. ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഒരു സർഫസിൽ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതാണ് N2/V മൈനസ് N1/U is equal to N2 മൈനസ് N1/R. അതെന്താ? ലാസ്റ്റ് സർഫസ് മൈനസ് ഫസ്റ്റ് സർഫസ്. ലാസ്റ്റ് സർഫസ് എവിടെയാണ്? അപ്പോൾ ഇവിടുത്തെ മീഡിയത്തിനാണ് N2. ഈ N2 പോലെ എന്ത് എഴുതി? ഇവിടെ N2 എന്ന് എഴുതി. ഇനി ഇവിടുത്തെ ഇമേജ് ഏതാണ്? V1. ഈ വിക്ക് വരെ എന്ത് എഴുതി? V1 എന്ന് എഴുതി. ഓക്കെ, ഇനി ആദ്യം എന്ന് പറയുമ്പോൾ റയർ മീഡിയം എന്താ? N1. അപ്പോൾ N1-ന് പകരം N1 എന്തെയാണ്? പിന്നെ ഇവിടുത്തെ ഡിസ്റ്റൻസ് യുവിന് പകരം U തന്നെ. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇതുപോലെ ഇക്വേഷൻ N2 മൈനസ് N1 എന്താ വരിക? ഇവിടുത്തെ ഇതാണ് കർവ്ഡ് സർഫസ്. ഈ കർവ്ഡ് സർഫസിൽ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ റേഡിയസ് എത്രയാണ്? R1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? N2 മൈനസ് N1/R1 എന്ന് വരും. ഓക്കെ, യെസ്. ഇതാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഇതേപോലെ റിഫ്രാക്ഷൻ ത്രൂ എ സ്പെറിക്കൽ സർഫസ് XP2 ലൈറ്റ് റിയൽ ഇമേജ് പോയിട്ട് ഇവിടെ അടിച്ചിട്ട് വെർച്വൽ ഇമേജ് കിട്ടും അല്ലേ? അപ്പം എന്താ? റിഫ്രാക്ഷൻ ത്രൂ എ
through a spherical surface. Spherical surface ഏതാ വരിക? x p to y, x p to y, x p to y ആണ്, x p to y വരിക റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ലൈറ്റ് നേരെ ഇങ്ങോട്ട് അടിക്കുന്നത്, അപ്പോൾ അടിച്ചിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അവസാനം മൈനസ് ആദ്യം എന്താ, ലൈറ്റ് നേരെ ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ റെയർ മീഡിയത്തിലെത്തും. അപ്പോൾ അവസാനം എന്താ, n1. ഇനി ഇത് ഇമേജ് എത്ര, അവസാനം ഇമേജ് ഇതാ ബി, വെർച്വൽ ഇമേജ് ഇത് മനസ്സിലായി. അപ്പോൾ ആദ്യം ലൈറ്റ് ഇവിടെ വരുത്തും, അപ്പോൾ റെയർ മീഡിയത്തിലെ പകുതി വരുത്തും, അപ്പോൾ റെയർ മീഡിയത്തെ അതിർത്തിയിലെത്തും. അപ്പോൾ n1 എഴുതുന്നുണ്ട്, n2 അല്ല എഴുതുന്നുണ്ട്, അവസാനം മൈനസ് ആദ്യം എന്നാണ് അല്ലേ. ലാസ്റ്റ് മൈനസ് എന്താ ഫസ്റ്റ്, ലാസ്റ്റ് പറയുമ്പോൾ n2/v വരും, ഇവിടെ n1/v വരും, മൈനസ് എന്ത് വരും, ആദ്യതാ ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ മീഡിയതാ n2 അല്ലേ. ഈ റിയൽ ഇമേജ് പോയിട്ട് ഇവിടെ അടിക്കുന്നത് അത് വെർച്വൽ ഇമേജ് ആയി വരും. അപ്പോൾ ആദ്യം പോകുന്നത് n2, ഇവിടുത്തെ ഇമേജ് എത്ര, v1, n1/v മൈനസ് n2/v1. ഓക്കെ, ഈസിക്കൽ ടു ഇങ്ങനെ ഇതാ n1 മൈനസ് n2 ബൈ എന്താ വരിക നോക്കുക. ഇനി കർവ്ഡ് സർഫസ് ഇതാണ്, ഇങ്ങനെ വരിക കർവ്ഡ് സർഫസ് ഇത്. കർവ്ഡ് എക്സ് കൊടുക്കുക, ഇവിടെ p2 കൊടുക്കുക, ഇവിടെ y കൊടുക്കുക. അപ്പോൾ റേഡിയസ് എത്രയാണ്, r2 വരും ഇൻ്റെ. അപ്പോൾ r2 എന്നാവും. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? ഹലോ, മനസ്സിലാകുന്നുണ്ടോ? യെസ്, ഓക്കെ. ഇനി ഇതിന് ശേഷം ഇതെന്ത് ചെയ്യാം, ഇതിലേക്ക് പോകാം. എന്താ, രണ്ട് ഇക്വേഷൻസ് ആണല്ലേ, രണ്ട് ഇക്വേഷൻ നമ്പർ. ഇതൊരു ചേഞ്ച് ചെയ്യുക, ചെറിയ ചേഞ്ച് ചെയ്യുക. ഏത് മോഡലാക്കുക, n2 മൈനസ് n1 മോഡലാക്കണം. അപ്പോൾ ഇവിടെ ഓർമ്മിക്കേണ്ടത് n1/v മൈനസ് n2/v1 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് n2 മൈനസ് n1/r1. r1 അല്ല r2, ഇത് ഈ മോഡലാക്കേണ്ടിയിട്ടാണ്. യെസ്. അപ്പോൾ എന്താ വരും, ഇത് ഇവിടെ കോമൺ ആയിട്ട് മൈനസ് വെക്കും, മൈനസ് ഇൻറ്റു n2 മൈനസ് n2, ഇനി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് n1. ഓക്കെ, മനസ്സിലായില്ലേ? ഇത്രയും. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ നമുക്ക് 2 എന്ന് കൊടുക്കാം. 2 എന്ന് കൊടുക്കും, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 1 അല്ലേ. ഇക്വേഷൻ നമ്പർ 1 ആണിത്, ഇത് 2 ആണ് അല്ലേ. ആഡ് 1 and 2, 1 and 2 ആഡ് ചെയ്യാം. ആഡ് 1 and 2, 1 and 2 ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ആദ്യം ആഡ് ചെയ്യാം. 1ൻ്റെ n2/v1 മൈനസ് n1/u പ്ലസ് എന്താ വരിക, n1/v മൈനസ് n2/v1 ഈസ് ഈക്വൽ ടു. ഇനി ഫസ്റ്റ് റൈറ്റ് സൈഡ് എന്താ, n2 മൈനസ് n1/r1 ഇത് പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ റൈറ്റ് സൈഡ് എന്താ വരിക, മൈനസ് n2 മൈനസ് n1 എന്ത് വരും, r2 ഇതേപോലെ വരും. ഓക്കെ, മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാ, ഇതിവിടെ എന്താ ഉള്ളത് നോക്കുക. ഇവിടെ n2/v1 ഉണ്ട്, ഇവിടെ n2/v1 ഉണ്ട്. ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. അപ്പോൾ ഇത് രണ്ടും എന്താവും, ക്യാൻസൽ ആവും. ക്യാൻസൽ ആയാൽ n1/u പ്ലസ് n1/v ഈസ് ഈക്വൽ ടു ഇത് നോക്കുക, n2 മൈനസ് n1/r1. ഈ പ്ലസ് മൈനസ് എന്താവും, മൈനസ് n2 മൈനസ് n1 എന്ത് വരും, r2 എന്ന് വരും. ഇവിടെ n2 മൈനസ് n1/r1 മൈനസ് n2 മൈനസ് n1/r1 ഇതേപോലെ കിട്ടും. നോക്കുക, ചെയ്ത് പഠിക്കണമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഇനി ഇവിടെ n1/v ആണ്, ഇവിടെ മൈനസ് n1/u ആണ്. അപ്പോൾ ഇതാദ്യം എഴുതാം, n1/v മൈനസ് n1/u ഇസ് ഈക്വൽ ടു. ഇവിടെ n2 മൈനസ് n1 ഉണ്ട്, ഇവിടെ n2 മൈനസ് n1 ഉണ്ട്, കോമൺ ആയിട്ട് പുറത്തെടുക്കുക. n2 മൈനസ് n1 ഇൻറ്റു ഇവിടെ 1/r1, ഇവിടെ മൈനസ് 1/r2 ഇതേപോലെ ഉണ്ട്. യെസ്. അപ്പോൾ ഇവിടെ n1 ഉണ്ട്, ഇവിടെ n1 ഉണ്ട്, പുറത്തെടുക്കുക. അപ്പോൾ n1 ഇൻറ്റു 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു. ഇനി n2 മൈനസ് n1
ഇൻറ്റു 1/r1 മൈനസ് 1/r2 ഇതേപോലെ വരും. ഓക്കെ, ഡിവൈഡിങ് ബൈ n1 ഓൺ ബോത്ത് സൈഡ്, രണ്ട് ഭാഗത്തും n1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. യെസ്, ദ ഡിവൈഡിങ് ബൈ n1 on both sides, n1 on both sides, രണ്ട് ഭാഗത്തും n1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ n1/n1 ഇൻറ്റു 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു ഇവിടെ വരും n2 മൈനസ് n1/n1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്ന് വരും. ഓക്കെ, ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഇത് വായിച്ചറിയാം. ഇനി അടുത്ത് നോക്കാം. ഇപ്പോൾ n1/n1 എത്രയാണ്? 1. അപ്പോൾ എന്തുവരും 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു ഇനി n2/n1. അപ്പോൾ n2/n1 മൈനസ് n1/n1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 ഇതേപോലെ. മനസ്സിലായോ? അപ്പോൾ n2/n1 മൈനസ് n1/n1. ഓക്കെ, നെക്സ്റ്റ് 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു n2/n1 എന്ന് പറഞ്ഞാൽ n പഠിച്ചിട്ടുണ്ട് ഫോമിൽ ഓർമ്മ ഉണ്ടാകും. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ, sin i ബൈ sin r ഈസ് ഈക്വൽ ടു n2/n1. n2/n1 എന്ന് പറഞ്ഞാൽ n ആണ്. n1/n1 എന്ന് പറഞ്ഞാൽ 1 ഇങ്ങനെ വരും. 1/r1 മൈനസ് 1/r2 അല്ലേ. അറിയില്ല, n ഈസ് ഈക്വൽ ടു n2/n1 ഇത് പഠിക്കണം. ഓക്കെ, ദിസ് ഇക്വേഷൻ നമ്പർ എത്ര കൊടുക്കാം? നമുക്ക് 4 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 1 എഴുതിയിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവും. 1 ഇക്വേഷൻ നമ്പർ 1 എഴുതിയിട്ടുണ്ടല്ലോ, ഓർമ്മ ഉണ്ടാവും അല്ലേ? എത്തിയില്ല, ഇങ്ങനെ 1 എഴുതിയില്ലേ? യെസ്. ഇനി നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട ഇക്വേഷൻ നമ്പർ 4 അല്ലേ, ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് u എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസാണ്. ഒബ്ജക്റ്റ് വളരെ അകലത്തിൽ വെക്കുക. അപ്പോൾ ഒബ്ജക്റ്റ് വളരെ അകലത്തിൽ വെക്കുക u ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അങ്ങനെ നമുക്കറിയാം വളരെ ദൂരത്ത് വെക്കുക, ലെൻസ് ഇവിടെ വെക്കുക. അങ്ങനെയാകുമ്പോൾ എന്ത് കിട്ടും? ഫോക്കൽ ലെങ്ത് കിട്ടും. ആ ഫോക്കൽ ലെങ്ത് എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ്. അപ്പോൾ v ഈസ് ഈക്വൽ ടു f ഇമേജ് കിട്ടും. ആ ഇമേജ് എന്താണ്? ഫോക്കൽ ലെങ്ത് ആണെന്ന് അർത്ഥം. ഇനി നെക്സ്റ്റ് അങ്ങനെയാകുമ്പോൾ എന്ത് വരും? ദിസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ദിസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1, 2 in അല്ല 2 അല്ല 5 ഇക്വേഷൻ നമ്പർ 5. സബ്സ്റ്റിറ്റ്യൂട്ട് 5 in 4 കൊടുക്കുക. അപ്പോൾ 1/v മൈനസ് 1/u, 1/vയുടെ സ്ഥാനത്ത് f എന്ന് കൊടുക്കുക, 1/uയുടെ സ്ഥാനത്ത് 1/infinity എന്ന് കൊടുക്കുക. ഈസ് ഈക്വൽ ടു n1 മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 തരും. ഓക്കെ, ഇതേപോലെ മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യാം? വായിച്ചറിയാം. ഓക്കെ, ഈ പാട്ട് വായിക്കുന്നത് ശ്രദ്ധിക്കാം. യെസ്, അപ്പോൾ 1/infinity എന്ന് പറഞ്ഞാൽ 0, 1/f ഈസ് ഈക്വൽ ടു 1/infinity 0, 1/f ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2 ആണ്. ദിസ് ഇക്വേഷൻ നമ്പർ 5 ആണ്. 5 ആണ്. ഓക്കെ, ഇങ്ങനെ വരും. ഇനി ഇക്വേഷൻ നമ്പർ എന്താ? ഇക്വേഷൻ നമ്പർ 4 5 ഓർക്കുക. ഇതാ, ദിസ് ഈസ് നോൺ ആസ് എന്താണ്? ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇതിന് പറയുന്ന പേരാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയും. മനസ്സിലാവും? 1/f is equal to 1/f is equal to n minus 1 into 1/r1 minus 1/r2. ഇനി ഇതിനെ കുറച്ച് ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് വരും 1/f is equal to n minus 1 into 1/r1 അല്ലേ. അപ്പോൾ നമ്മൾ 1/r2 ഇതാണ് r2 എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ r2 എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും സൈൻ കൺവെൻഷൻ. അപ്പം നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് ആകും അല്ലേ. ഈ r2 ഈ ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താണ്?
നെഗറ്റീവ്, റൈറ്റ് സൈഡ് എന്താ പോസിറ്റീവ്. R2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടയിലേ വരുന്നത്, അപ്പം നെഗറ്റീവ് അല്ലേടാ. ഈ ഭാഗത്ത് ഇപ്പോഴാണ് പോസിറ്റീവ്, ഈ ഭാഗം കംപ്ലീറ്റ് എന്താണ് നെഗറ്റീവ്. അപ്പോൾ കർവ്ഡ് സർഫസ് XP2 എന്ന് പറയുമ്പോൾ റേഡിയസ് ഇങ്ങനെ വരുന്നത്, അപ്പോൾ R2 എന്താണ് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്താവും പ്ലസ് ആവും. 1/f = n - 1 × 1/r1 + 1/r2 ഇങ്ങനെ എഴുതാം. ഇതും ശരി തന്നെയാണ്, ഇതും ശരിയാണ്. ദിസ് ഈസ് നോൺ എസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇനി ഇതിൽ നിന്ന് എന്ത് കാണാൻ പറയും? ലെൻസ് ഫോർമുല കാണാൻ പറയും. ലെൻസ് ഓൾസോ കാൽക്കുലേറ്റ് ലെൻസ് ഫോർമുല ഫ്രം ദി ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ലെൻസ് ഫോർമുല കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 4 4 - 5. 4 5 ഓർക്കുക. 4 ഇതാണ് ലെഫ്റ്റ് സൈഡ് 1/v - 1/u മൈനസ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ എന്താ 1/f വരും. ഇതേപോലെ വരും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 4 - 5. 5 ഇതാണ്, 4 ഇതാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇത് ഓർക്കുക, ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റ് ഓർക്കുക. ഇനി റൈറ്റിൽ നോക്കുക, n - 1 × 1/r1 - 1/r2 മൈനസ് n - 1 × 1/r1 - 1/r2 അല്ലേ. അപ്പോൾ ഇതിൽ എന്താവും ക്യാൻസൽ ആവും, ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/v - 1/u എന്ത് വരും അല്ലേ, -1/f എന്ത് വരും 0 വരും. ഇതേപോലെ 1/v - 1/u - 1/f 0. യെസ്. ഇനി അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം നോക്കുക. യെസ്. ഇനി 1/v - 1/u 1/f 0 എന്നല്ല പറയുന്നത്. അപ്പോൾ -1/f ഇപ്പുറം വരും. അപ്പോൾ 1/v - 1/u 1/f. Therefore 1/f 1/v - 1/u. This gives ലെൻസ് ഫോർമുല. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതാണ്. ലെൻസ് ഫോർമുലയിലെ ഇതാണ് ലെൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ നിന്ന് ലെൻസ് ഫോർമുല ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇതാണ്. എന്താ ലെൻസ് ഫോർമുല? ലെൻസ് ഫോർമുലയുടെ അനദർ നെയിം ലോസ് ഓഫ് ഡിസ്റ്റൻസസ് പറയും. ലെൻസ് ഫോർമുല ഇസ് എ ഫോർമുല റിലേറ്റിംഗ് കണക്റ്റീവ് ഫോക്കൽ ലെങ്ത്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ്. ഫോക്കൽ ലെങ്ത്തിന് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാവും. ആ ബന്ധത്തിന് പറയുന്ന പേരാണ് ലെൻസ് മേക്കേഴ്സ്. ബന്ധത്തിന് പറയുന്ന പേരാണ് ലെൻസ് ഫോർമുല. ഓക്കെ, കാര്യം മനസ്സിലായ? ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ ക്ലിയർ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, മനസ്സിലായില്ലേ?